ഇന്ത്യയെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നും പിന്നോട്ട് മാറാതിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മറ്റു രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുന്നത് പോലെ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താനാകാത്തതുകൊണ്ടാണ് അധിക തീരുവ ഏർപ്പെടുത്തി ഇന്ത്യയെ നിശബ്ദമാക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കുമേൽ തീരുവ ചുമത്താനുള്ള നീക്കം പരസ്പര ചർച്ചയുടെ അടിസ്ഥാനത്തിലുള്ളതായി തോന്നുന്നില്ലെന്നാണ് BJP വ്യക്തമാക്കുന്നത്. US-മായുള്ള വ്യാപാര കരാറിലും തീരുവ നയത്തിലും ദേശീയ താൽപര്യം സുരക്ഷിതമാക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതിന് പിന്നാലെയാണ് BJP ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. ഇന്ത്യയിൽ നിന്ന് US-ലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. US-മായി ന്യായമായുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിനായി ചർച്ചകൾ നടത്താൻ ഇന്ത്യ ഇപ്പോഴും പ്രതിജ്ഞാബദ്ധരാണെന്ന് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ചുമത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം പരസ്പര ചർച്ചയുടെ അടിസ്ഥാനത്തിലുള്ളതായി തോന്നുന്നില്ല. കേന്ദ്ര വാണിജ്യ മന്ത്രി US-മായി പതിവായി ബന്ധപ്പെട്ടിരുന്നു. ഇന്ത്യക്ക് സംഭവിച്ചേക്കാവുന്ന നഷ്ടം ഒഴിവാക്കാൻ ചർച്ചയ്ക്കുള്ള ഏതൊരു അവസരവും ഉപയോഗിക്കണമെന്ന് BJP വക്താവ് അശോക് ചവാൻ വ്യക്തമാക്കിയിരുന്നു. US-മായുള്ള വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ മാസങ്ങളായി നടക്കുന്നുണ്ടെന്നാണ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരും വ്യക്തമാക്കുന്നത്. 25% തീരുവയ്ക്ക് പുറമെ യുക്രൈനുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന റഷ്യയിൽ നിന്ന് വലിയ അളവിൽ എണ്ണ വാങ്ങുന്നതിനാൽ ഇന്ത്യക്ക് മേൽ പിഴ ചുമത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ റഷ്യയുമായുള്ള സുഹൃത്ത് ബന്ധം ഉപേക്ഷിക്കാൻ ഇന്ത്യ തയ്യാറായില്ല. ഓഗസ്റ്റ് 1 മുതൽ ഇന്ത്യക്ക് 25% തീരുവയും പിഴയും ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ചയാണ് പ്രഖ്യാപിച്ചത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയാണ് ഈ തീരുമാനത്തിന് പ്രധാന കാരണമെന്ന് ചൂണ്ടിക്കാട്ടി. ഇന്ത്യ നമ്മുടെ സുഹൃത്താണെങ്കിലും വർഷങ്ങളായി നമ്മൾ അവരുമായി താരതമ്യേന കുറച്ചു മാത്രമേ ഇടപാടുകൾ നടത്തിയിട്ടുള്ളൂ എന്ന കാര്യം ഓർക്കുക. കാരണം അവരുടെ താരിഫ് വളരെ ഉയർന്നതാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. കൂടാതെ ഏതൊരു രാജ്യത്തെക്കാളും ഏറ്റവും കഠിനവും അരോചകവുമായ സാമ്പത്തികേതര വ്യാപാര തടസ്സങ്ങൾ അവർക്കുണ്ട്. കൂടാതെ അവർ എപ്പോഴും അവരുടെ സൈനിക ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും റഷ്യയിൽ നിന്നാണ് വാങ്ങിയത്. ഉക്രൈനിലെ കൊലപാതകവും റഷ്യ അവസാനിപ്പിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ചൈനയ്ക്കൊപ്പം റഷ്യയുടെ ഏറ്റവും വലിയ ഊർജം വാങ്ങുന്നവരുമാണ് അവർ. എല്ലാം നല്ലതല്ല. തീരുമാനം പ്രഖ്യാപിക്കുന്നതിനിടെ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: അതിനാൽ ഇന്ത്യ ഓഗസ്റ്റ് 1 മുതൽ 25% താരിഫും മുകളിൽ പറഞ്ഞതിന് പിഴയും നൽകും. ഈ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ തിരിച്ചടി തീരുവ ഏർപ്പെടുത്തിയ US-ന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങില്ലെന്ന നിലപാട് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. രാജ്യത്തെ കർഷകരുടെയും സംരംഭകരുടെയും MSMEകളുടെയും താൽപര്യത്തിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. UK-യുമായി ഒപ്പുവെച്ചതുപോലുള്ള വ്യാപാര കരാറാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇതോടെ ട്രംപിന് കനത്ത പ്രഹരമായിരിക്കുകയാണ്. ഭീഷണിപ്പെടുത്തിയോ തലയിൽ കെട്ടിവെച്ചോ ഇന്ത്യയെ കൊണ്ട് ഒന്നും അനുസരിപ്പിക്കാൻ ട്രംപിന് ആകില്ല. കാരണം ഇന്ത്യ ഭരിക്കുന്നത് ചങ്കുറപ്പുള്ള നരേന്ദ്രമോദിയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.